السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഉസ്താദുമാരെ, മറ്റു സാദാത്യങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മറ്റു പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം കേൾക്കുന്നതും നാം പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് പ്രസംഗിക്കാൻ അവസരം തന്ന പ്രപഞ്ചനാഥനായ രാജാധിരാജനായ അല്ലാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാതെ മുന്നോട്ട് പോയിരിക്കുകയാണ്, വല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ നൂറ്റാണ്ടിലാണ്, ഒരു നവനൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് ഈ ഭൂമിയിൽ ഒരുപാട് വിദഗ്ധ പ്രസ്ഥാനങ്ങളും ഒരുപാട് സംഘങ്ങളും ഒരുപാട് സംഗമങ്ങളും കടന്നു വരുമ്പോൾ നാം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞേണ്ടതുണ്ട്, നാം അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത് മുത്തഖിയായി ജീവിക്കലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലെ, അവിടുത്തെ സ്വഹാബത്തിലെ അവരൊക്കെ ജീവിച്ചതുപോലെ, അവർ കാണിച്ചു തന്നതുപോലെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ കാലഘട്ടത്തില്, ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തില് ഒരുപാട് തിന്മകളിലേക്കാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നന്മയില്ല, ഈ ലോകത്ത് നന്മ കുറഞ്ഞു വരികയാണ്, തിന്മകൾ അധികരിച്ചു വരികയാണ്. ഈ ലോകത്ത് നന്മയില്ലാത്ത അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാം എന്തിനു ജീവിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. ഇന്നത്തെ ഈ ഒത്തമില്ലേ, ഇന്നത്തെ ഈ തലമുറയില്ലേ, ഇന്നത്തെ ഈ യുവാക്കളില്ലേ, എൻ്റെ പൊന്നുമ്മ, നമ്മൾ 10 മാസം ഗർഭം ചുമന്ന് നൊന്തുപറ്റ നിങ്ങളുടെ മക്കളില്ലേ, എല്ലാവരും വല്ലാതെ അധപതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നത്തെ നമ്മുടെ ഈ യുവത്വം, ഇന്നത്തെ ഈ തലമുറ ജീവിക്കുന്നത് ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങൾക്ക് വേണ്ടിയാ, ഈ ദുനിയാവിൻ്റെ ആഭാസങ്ങൾക്ക് വേണ്ടിയാ, ഈ ദുനിയാവിൻ്റെ കളിശിരികൾക്ക് വേണ്ടിയാ. അവൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയല്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ മനസ്സിലൊരു നീയത്ത് വേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിലൊരു നീയത്ത് വേണ്ടതുണ്ട്. എന്താണെന്നല്ലേ? ഇനി എൻ്റെ ജീവിതം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയുള്ളതാ. ഇനി എൻ്റെ ജീവിതം അത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതുപോലെ ജീവിക്കാനുള്ളതാ. ഇനി എൻ്റെ ജീവിതം അത് ആഖിറത്തിലേക്കുള്ളതാ എന്ന് നമ്മുടെ മനസ്സിൽ നീയത്ത് വേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നത്തെ നമ്മുടെ ഈ തലമുറയുടെ റോൾ മോഡൽസ് ആരെന്നറിയാമോ നിങ്ങൾക്ക്? സിനിമാ നടന്മാരാ, ഫുട്ബോൾ പ്ലേയേഴ്സാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ റോൾ മോഡൽസ് ആരാണ് ആകേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ നാം സ്നേഹിക്കേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ നമ്മൾ റോൾ മോഡലാക്കേണ്ടത്? അവിടുത്തെ സ്വഹാബത്തിനെയല്ലേ നമ്മൾ റോൾ മോഡലാക്കേണ്ടത്? അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറയാനിടയായത്, എന്നെ ഒരാളും ഈ ലോകത്തുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളും മുഅ്മിനാവുകയില്ല എന്നെ സ്നേഹിക്കുന്നത് വരെ എന്ന്. അതിൻ്റെ അർത്ഥം നമ്മൾ റോൾ മോഡലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂലിനെയാ. അല്ലാഹുവിൻ്റെ റസൂലിനെയാണ് നാം റോൾ മോഡലാക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ തഖ്വ വേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് വേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് വേണ്ടതുണ്ട്. അത് ഉള്ളത് കൊണ്ട് തന്നെയല്ലേ നമ്മുടെ മുൻകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്തും അവിടുത്തെ താബിഈങ്ങളെ ഔലിയാക്കൾ നമ്മുടെ ഉസ്താദുമാരെല്ലാം വിജയിച്ചു പോയത്. അത് ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അവരൊക്കെ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയത്. അവരുടെ മനസ്സിൽ തഖ്വയുണ്ടായിരുന്നു, അവരുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ മനസ്സിൽ വലിയ തഖ്വയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞത്, അസ്ഹാബീ കന്നുജൂം എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയോ അവരോടൊപ്പമാണ് നിങ്ങളും നാളെ ഉണ്ടാവുക. അവർ സന്മാർഗത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞത് ആരെന്നല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരൻ സ്വാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ റോൾ മോഡൽസ് അവരാകേണ്ടതുണ്ട്. നമ്മുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും എല്ലാമാണ്. അല്ലാതെ സിനിമാ നടന്മാരല്ല, അതുപോലെ തന്നെ മറ്റു ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ഈ തലമുറ, ഇന്നത്തെ നമ്മുടെ ഈ യുവത്വമില്ലേ എൻ്റെ പെങ്ങളെ, ഇന്നത്തെ ഈ യുവതലമുറ അല്ലാഹുവിനെ മറന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാഹുവിനെ അവർക്ക് ഓർമ്മയില്ല, അല്ലാഹുവിനെ മറക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭക്ഷണം തരുന്നത്, നമുക്ക് വസ്ത്രം തരുന്നത് എല്ലാം അവനല്ലേ. എന്നിട്ട് നമ്മൾ അവനെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അവന് നമുക്ക് ഓർമ്മയില്ല. നമ്മൾ അവനെ ഓർക്കേണ്ടതുണ്ട്. അവനെ ഓർമ്മയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിക്കരുത്. നമുക്ക് അവനെ ഓർമ്മ വേണ്ടതുണ്ട്. ഇതിനൊക്കെ കാരണം അവർ തമ്മാടിത്തരങ്ങൾ ചെയ്യുകയാണ്. അവർ ഓരോ തമ്മാടിത്തരങ്ങൾ ചെയ്തു കൂട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ കാരണം നമ്മൾ മാതാപിതാക്കളാണ്. ഉമ്മ, നിങ്ങളാണ് ഇതിനൊക്കെ കാരണം. കുട്ടി മദ്രസയിലേക്ക് പോകുമ്പോൾ, എന്തിനേറെ കുട്ടി പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് താരാട്ട് പാടി കൊടുക്കുമ്പോൾ, ഉറക്കുമ്പോൾ, തൊട്ടിയിലിട്ട് താരാട്ട് പാടുമ്പോൾ, ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ പവിത്രമായ ബൈത്തായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ അവരുടെ മക്കൾക്ക് താരാട്ട് പാട്ട് ഇട്ടുകൊടുക്കുന്നത്, അവരുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് സിനിമാ പാട്ടുകളാണ് അവരുടെ മക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ അവർ ദുശീലങ്ങൾ കേൾക്കുകയാണ്. അവർ സിനിമാ പാട്ടുകളാണ് ചെറുപ്പത്തിൽ തന്നെ കേൾക്കുന്നത്. അങ്ങനെ അവർ വലുതായി മദ്രസയിലേക്ക് പോകുമ്പോൾ 1-ാം ക്ലാസ്സിൽ നിന്ന് അതബുന്നി ബോറുഞ്ഞെന്നൊക്കെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അങ്ങനെ 1-ാം ക്ലാസ്സും കഴിഞ്ഞ് 2-ാം ക്ലാസ്സും കഴിഞ്ഞ് ഒരു 5-ാം ക്ലാസ് എത്തുമ്പോൾ, അതല്ലെങ്കിൽ ഒരു 7-ാം ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മുടെ മാതാപിതാക്കൾ പറയുകയാ, പിന്നെ മോനെ നീ മദ്രസയിലേക്ക് പോകേണ്ട, ഈ മതമല്ല കാര്യം, ഇനി ഭൗതികത്തിലേക്കുള്ളതാണ് കാര്യമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. നിങ്ങൾ മക്കളോട് അങ്ങനെ പറയരുത്. മക്കൾക്ക് മതവും വേണം. മക്കൾക്ക് മതമുണ്ടായാലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയല്ലേ അല്ലാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞത്, അല്ലാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞു, നാളെ മഹ്ശറയിലെ നമ്മുടെ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, എന്താ മോനെ നീ ഇങ്ങനെ തെറ്റുകൾ ചെയ്തത് എന്ന്. ആ സമയത്ത് ആ മകൻ പറയുകയാണ്, നമ്മുടെ മകൻ പറയുകയാണ്, ഇതിനൊന്നും കാരണം ഞാനല്ല, ഇതിനൊക്കെ കാരണം എൻ്റെ മാതാപിതാക്കളാ. അവരെ പിടിച്ച് നീ നരകത്തിലേക്കിട്ടോ, ഞാനല്ല ഇതിനൊന്നും കാരണം, അവരാണ് എന്നെ ഇത് ശീലിപ്പിച്ചത് എന്ന് പറയുമത്രേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ മാതാപിതാക്കളിൽ നിന്ന് നമ്മെ കാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ മാതാപിതാക്കളിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മക്കളായി വളർത്താനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.